Now market equilibrium, അതായത് നമ്മുടെ 5th chapter മൈക്രോ എക്കണോമിക്സിന്റെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച്, അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം സപ്ലൈ, അതിന്റെ ഡയഗ്രാം, അതേപോലെ അതിന്റെ പ്രോബ്ലംസ്, അതാണ് ഇന്നൊരൊറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. Market equilibrium എന്ന് പറഞ്ഞാൽ when the quantity demanded and quantity supplied equal. That means when quantity demanded equals quantity supply. ഈ ഒരു പൊസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ equilibrium. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ അംബ്രല്ല 100 ആണ്. ആ അംബ്രല്ലയുടെ സപ്ലൈയും എന്ത് തന്നെയാണ്, 100 ആണ്. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്, മാർക്കറ്റ് ഈക്വിലിബ്രിയം. ഈ ഒരു സമയത്ത്, അതായത് വെൻ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്ന സമയത്ത് സാധനത്തിന് ഒരു വില വേണ്ടേ, ആ വിലയെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ഈക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഡിഫൈൻ ഈക്വിലിബ്രിയം പ്രൈസ്? The price at which, okay, the price at which demand equal supply. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന സമയത്തുള്ള വിലയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈക്വിലിബ്രിയം പ്രൈസ് കഴിഞ്ഞാൽ, സപ്പോസ് ദേ വിൽ ആസ്ക് യു ടു റൈറ്റ് ഡ്രോ ദ ഡയഗ്രാം. ഈക്വിലിബ്രിയത്തിനെ കുറിച്ച് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഹിയർ വി മാർക്ക് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഹിയർ വി മാർക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നിങ്ങൾ യു ഡ്രോ ദ ഡിമാൻഡ് കർവ് ഫസ്റ്റ് ഹിയർ ആൻഡ് ഹിയർ യു ക്യാൻ ഡ്രോ ദ സപ്ലൈ കർവ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറഞ്ഞത്, ക്യൂ അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഡി ഡി. ഓക്കെ ഓക്കെ, നൗ ഇവിടെയാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ വരുന്നത്. ക്ലിയർ? ഇനി വാട്ട് ഹാപ്പൻസ്, ഇപ്പൊ ഈക്വിലിബ്രിയം പ്രൈസിനേക്കാളും കൂടി എന്ന് വിചാരിക്കുക. ദാ ഈക്വിലിബ്രിയം പ്രൈസിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാ മക്കളെ നോക്കിയേ, ഇവിടം വരെ ഡിമാൻഡ് ഉള്ളൂ, കണ്ട ഡിമാൻഡ് കർവ് ഇവിടെ വരെയല്ലോ. പക്ഷേ ഇത്രയും എന്താണ്, ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്, എക്സസ് സപ്ലൈ. ഇത് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, എക്സസ് സപ്ലൈ. കാരണം എക്സസ് സപ്ലൈ വന്നാൽ സാധനത്തിന് വില കുറയും, അപ്പൊ അത് താങ്ങോളും ഓട്ടോമാറ്റിക്കലി, ആരും ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഇനി ഈക്വിലിബ്രിയം പ്രൈസിന് താഴെ പോയാൽ എന്ത് സംഭവിക്കും, വില കുറഞ്ഞു, ഇവിടെ വരെ സപ്ലൈ ഉള്ളൂ, എന്ത് സംഭവിക്കും, ഹിയർ യു വിൽ ഹാവ് എക്സസ് ഡിമാൻഡ്. ഇവിടെ നമുക്ക് എന്ത് വരും, എക്സസ് ഡിമാൻഡ്. കാരണം ഡിമാൻഡ് കർവ് ഇവിടം വരെയുണ്ട്, ഇവിടെ വരെ സപ്ലൈ കർവ് ഉള്ളൂ, കണ്ടോ. പക്ഷെ ഡിമാൻഡ് ഇവിടം തൊട്ട് ഇവിടം വരെയുണ്ട്, അപ്പൊ ഡിമാൻഡ് ആണ് കൂടുതൽ. അപ്പൊ ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്, എക്സസ് ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടും, അപ്പൊ പ്രൈസ് മുകളിലേക്ക്. ഇത് എക്സസ് സപ്ലൈ വന്നാൽ പ്രൈസ് താഴാനുള്ള ടെൻഡൻസി ആയിരിക്കും. നേരെ മറിച്ച് എക്സസ് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. എങ്ങനെ പോയാലും ഈക്വിലിബ്രിയം പ്രൈസിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴായാലും ഉണ്ടാവും. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഈക്വിലിബ്രിയത്തിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡിനും സപ്ലൈയും കൂടെ ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ആണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം, അല്ലേ? ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്യൂഡിയുടെ വാല്യൂ, ദാറ്റ് ഈസ് ക്യൂഡി ഇക്വേഷൻ 100 - P ആണ്. ക്വാണ്ടിറ്റി സപ്ലൈ തന്നിട്ടുണ്ട് 15 + 60 എന്ന് തന്നിട്ടുണ്ട്. നമ്മോട് പറഞ്ഞു കാൽക്കുലേറ്റ് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ടു ക്വാണ്ടിറ്റി സപ്ലൈ. ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം എന്നതിന്റെ ഫോർമുല, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂഡിയുടെ വാല്യൂ 100 - 5P ആണ്. QSന്റെ വാല്യൂ എത്രയാണ്, QS is equal to 15P + 60 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സംഖ്യനൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 100 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -60 ആവും കേട്ടോ. ഈ 5P ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, +5P. ക്ലിയർ? ദെൻ ഇതിന് 15P അവിടെ തന്നെ ഉണ്ട്, അതിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് 40 is equal to ഇത് 20P എന്നാവും. അപ്പം P is equal to എന്താവും, 40 / 20 എന്നുള്ളത് എത്രയാണ്, 2. എത്രയാണ് അപ്പോൾ നമ്മുടെ ഈക്വിലിബ്രിയം പ്രൈസ്? ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 2നെ, അപ്പോൾ നമ്മുടെ ഈ സാധനം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് QD is equal to 100 - 5P. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് കിട്ടും, 100 - 5 × 2. That is 100 - 10 gives you how much, 90. ഇതാണ് നമ്മുടെ ആൻസർ, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. മക്കളെ ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിലും കൂടി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അതായത് 15P + 60 gives you 15 × 2 is equal to 60.
15 into 2 എത്രയാ 30 plus 60 gives you how much 90. കണ്ടോ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഈക്വിലിബ്രിയം സപ്ലൈയുടെ വാല്യൂ എന്തായി 90. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഉത്തരം എന്താണ് ശരിയാണ്. ഓക്കെ.